നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 8ാം പ്രതി കൂടിയായ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കോടതി ചോദിച്ചു. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണ ആവശ്യം ഉയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, എന്തായാലും ഈ കേസിൽ ദിലീപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് സംഭവിച്ചത്? ടോം, ഇതിൽ കേസുകളിൽ വളരെ അസാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ് കോടതി നിരീക്ഷിക്കുന്നത്. കാരണം പ്രതി തന്നെയാണ്, 8ാം പ്രതിയാണ് കേസിൽ ദിലീപ്. ഒരു കേസിലെ പ്രതി തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതാണ്. ഇതിൽ പ്രോസിക്യൂഷൻ ഇതിൽ ഈ വിചാരണ വേളയിൽ തന്നെ വളരെ കൃത്യമായി ഇതിനെ മറുപടി പറയുകയും ചെയ്തു. ഇതിൽ സാധാരണഗതിയിൽ വാദി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. അത് പ്രതിയാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സംശയത്തോടു കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നത് സംബന്ധിച്ച് അതിൽ ഈ കേസിലെ വിചാരണ നടപടികളടക്കം വൈകിപ്പിക്കാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ കേസ് ഇപ്പോൾ ഒരു അപ്പീലായിട്ട് ഇതിൽ കൊണ്ടുവരുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അത് തന്നെ വൈകിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഹർജിക്കാരൻ ശ്രമിക്കുന്നത്, പ്രതിയായ ദിലീപ് ശ്രമിക്കുന്നത് എന്നതാണ് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ പ്രോസിക്യൂഷൻ നിരത്തിയ വാദം. അത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് ആ വാദങ്ങൾ ശരിവെക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഈ ഘട്ടത്തിൽ ഇത് ആവശ്യപ്പെടാൻ കഴിയുകയില്ല. അതിന് 2 കാരണങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, നടിയെ ആക്രമിച്ച കേസ്, അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലാണ്. ഇതിൽ വാദ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. പ്രോസിക്യൂഷൻ്റെ അടക്കമുള്ള നടപടികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത് വൈകിച്ചുകൂടാ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൃത്യമായി നടന്നു പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ചുകൊണ്ട് പ്രത്യേക കോടതിയിൽ ഇത് നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു CBI അന്വേഷണം എന്നൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തത്. രണ്ടാമതായി പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഇതിൽ വലിയൊരു കാലം തന്നെ ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല. ഇതിൻ്റെ നടപടികളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആവശ്യവുമായിട്ട് പ്രതി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സതുദ്ദേശപരമായ കാര്യങ്ങൾ എന്ന് നോക്കേണ്ടതുണ്ട്. അത് വൈകിപ്പിക്കുക എന്നത് ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ തന്നെയും ഡിവിഷൻ ബെഞ്ച് അത് നിരീക്ഷിച്ചത്. ഇത് ശക്തമായ കാര്യങ്ങൾ തന്നെയാണ്, അതിൽ വളരെ പ്രധാനപ്പെട്ട കാതലായ കാര്യങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെയാണ് കോടതി കണക്കിലെടുക്കുകയും ചെയ്തത്. കോടതി അതുകൊണ്ട് ദിലീപിൻ്റെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഇതിൽ വാദമായിട്ട് പറഞ്ഞിരുന്നത്, തീർച്ചയായും എന്തായാലും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതി ആദ്യമൊന്നും CBI അന്വേഷണത്തിനായി ആവശ്യം ഉന്നയിച്ചില്ല. ഈ നടിയാക്രമണ കേസ് നടന്ന് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇപ്പോൾ കൃത്യം 8 വർഷമാകുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്തരമൊരു ആവശ്യവുമായി ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുന്നുവെങ്കിൽ അത് സംശയത്തോടു കൂടി തന്നെ കാണണം. അസാധാരണമായിട്ടുള്ള നടപടിയാണ്. ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള നടപടിയായിട്ട് തന്നെയാണോ ഹൈക്കോടതി ഇതിനെ കണ്ടത്? ഹൈക്കോടതി ഇതിനെ കണ്ടത് ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് വിചാരണ നീട്ടിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ വിചാരണയെ നേരിട്ട പ്രധാനപ്പെട്ട കേസിലേക്ക് നേരിട്ട് വരാതെ, എന്നാൽ മറ്റൊരു അപ്പീൽ ഈ ഭാഗത്ത് കൊടുക്കുക, CBI അന്വേഷണം വേണമെന്ന് പറയുക, എന്നാൽ പ്രധാനപ്പെട്ട കേസിലേക്ക് ഇടപെടൽ ഇല്ല എന്ന് തോന്നിക്കുന്നു. പക്ഷേ CBI അന്വേഷണം വരികയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കേസിനെ നേരിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ മറുഭാഗത്തു കൂടി ഒരു തടസ്സം കൊണ്ടുവരിക എന്നത് തന്നെയാണ് പ്രതി ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സതുദ്ദേശപരമായ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ തടസ്സപ്പെടുത്തുക എന്നത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആദ്യമൊന്നും ഈ ഒരു തരത്തിലും ഇടപെടാതിരുന്ന ഒരാൾ പിന്നീട് മറ്റൊരു ഘട്ടത്തിലാണ് കേസിനെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കടന്നു വരുന്നത് എന്നതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അത് കോടതി ശരിവെക്കുകയും ചെയ്തു. കോടതി അത് കൃത്യമായ നിരീക്ഷണമാണ് എന്ന രീതിയിൽ തന്നെയാണ് കോടതി അതിനെ കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രതി എന്തുകൊണ്ട് ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്ന പ്രോസിക്യൂഷന്റെ ചോദ്യം ശരിയായ രീതിയിലുള്ളതാണെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുകയും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ ഈ ആവശ്യം കോടതി നിരാകരിക്കുകയും ചെയ്തത്, ദിലീപിന്റെ ഹർജി തള്ളുകയും ചെയ്തത്. അതുകൊണ്ടാണ് എന്തായാലും ഈ കേസിൽ ദിലീപിന് മറ്റൊരു തിരിച്ചടി കൂടിയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് 8ാം പ്രതിയായ നടൻ ദിലീപ്
ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കോടതി ചോദിച്ചു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.